ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ്. പാകിസ്ഥാൻ ഇത്തരമൊരു അവസരത്തിൽ ഭീകരാക്രമണം അതിനു പിന്നിൽ പാകിസ്ഥാൻ ഇല്ല, അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് യാതൊരു സപ്പോർട്ടും പിന്തുണയും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല, സംരക്ഷണം നൽകില്ല എന്നൊരു ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണമോ അതൊന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പാകിസ്ഥാൻ പിന്തള്ളുന്നില്ല അവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ നീക്കങ്ങളെല്ലാം തന്നെ അതൊരു യുദ്ധത്തിലേക്ക് എന്നുള്ള രീതിയിലാണ്. പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാകും തിരിച്ചടി എന്നുള്ളതാണ്. യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? സ്മിത, യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ കരുതലോടുകൂടിയാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പെട്ടെന്നൊരു പ്രകോപനം, അതിന് അതേ നാണയത്തിൽ ചുട്ട മറുപടി എന്നതല്ല, പകരം ഒരു പക്വമായ സമീപനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഇന്നലെ നമ്മൾ ഈ സിന്ധു നദീതട കരാർ മരവിപ്പിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിൽ കണ്ടതാണ്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി ഈ തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഇതിൻ്റെ വാർത്താക്കുറിപ്പിലും ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അറിയിച്ചത് ഇത് കെപ്റ്റൻ അബെയൻസ് എന്നാണ് ഈ കരാറിനെ സംബന്ധിച്ച്. അതായത് അതിൽ സസ്പെൻഡ് ചെയ്തെന്നോ ടെർമിനേറ്റ് ചെയ്തെന്നോ റിവോക്ക് ചെയ്തെന്നോ ഉള്ള തരത്തിലുള്ള ഒരു പരാമർശവും ഒരു വാക്ക് പോലും അതിലുണ്ടായിരുന്നില്ല. പകരം ഇന്ത്യ ഈ കരാർ മരവിപ്പിക്കുകയാണ്. അല്ലാതെ ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്തതല്ല. ഫലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ നദീജലത്തിൽ നിയന്ത്രണം കൂടുതൽ കൊണ്ടുവരുന്നതിന് ഇന്ത്യക്ക് സഹായകമാകും വിധം തന്നെയാണ് ആ വാക്കുകൾ ഉണ്ടായിരുന്നത്. ഈ നദീജല കരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ജലമെല്ലാം ഈ അണക്കെട്ടിൽ തടഞ്ഞു നിർത്തി പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് അപ്പാടെ നിർത്തുക എന്നതല്ല. പക്ഷേ ആ ജലത്തിന്മേലുള്ള നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന, ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ അത് പാകിസ്ഥാനിലൂടെയാണ് പിന്നീട് ഒഴുകുന്നത്. നേരത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇരു രാജ്യങ്ങളിലുമായി, അന്ന് രാജ്യം വിഭജിക്കപ്പെട്ടിരുന്നില്ല, ആ കാലത്ത് ഒഴുകിയിരുന്ന നദികളാണ്. പിന്നീട് ഈ സിന്ധു നദീതട കരാർ 1960 വരുന്നു. ആ കരാർ നിലവിൽ വരുമ്പോൾ കരാർ പ്രകാരം പടിഞ്ഞാറ് ഭാഗത്തുള്ള നദികളുടെ അവകാശമാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. അത് സിന്ധു, ഝലം, ചെനാബ് നദികളുടെ, കിഴക്കു ഭാഗത്തുള്ള രവി, സത്ലജ്, ബിയാസ് നദികളുടെ നിയന്ത്രണാവകാശം ഇന്ത്യക്കുമായിരുന്നു. പലപ്പോഴും ഇന്ത്യ ഈ കരാർ അത് മോഡിഫൈ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അടുത്ത കാലത്താണ് ഇന്ത്യ കൃഷ്ണൻഗംഗ അണക്കെട്ട് തുറന്നത്. നീലം നദിയിൽ, അതിൻ്റെ ഒരു പോഷക നദിയിലാണ് ഈ കൃഷ്ണൻഗംഗ അണക്കെട്ട് തുറന്നത്. അതിനെതിരെ പാകിസ്ഥാൻ നിയമപരമായ നടപടികളൊക്കെ അത്തരമൊരു പോരാട്ടമൊക്കെ നടത്തി നോക്കിയെങ്കിലും അത് ഇന്ത്യക്ക് അനുകൂലമായ വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത്. ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു നദി, ഇന്ത്യയിൽ ഉത്ഭവിച്ചൊഴുകുന്ന ഒരു നദി, അതിൻ്റെ നിയന്ത്രണം ഇന്ത്യക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ്റെ ഈ വാദം അന്ന് തള്ളിക്കളഞ്ഞത്. അത് കിഷൻഗംഗ അണക്കെട്ട് മാത്രമല്ല, ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന രത്ലം അണക്കെട്ടിൻ്റെ കാര്യത്തിലൊക്കെ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇന്ത്യ വളരെ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഒരു പക്വമായ നടപടികളിലൂടെയാണ് ഇന്ത്യ പോകുന്നത്. അതേസമയം ശത്രു രാജ്യത്തിന്, ഇന്ത്യയുടെ മണ്ണിൽ കടന്നുകൊണ്ട് ഭീകരവാദം സൃഷ്ടിച്ച രാജ്യത്തിന് കനത്ത തിരിച്ചടി നൽകും എന്ന് പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്.